അടുത്ത വർഷം അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തും. ആ വാർത്ത കായിക മന്ത്രി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചപ്പോൾ കാൽപന്ത് കളിയുടെ ആരാധകർ മൊത്തം സന്തോഷത്തിലായി. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത ആഘോഷിക്കുകയും ചെയ്തു. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിന് സന്തോഷിക്കാനുള്ള ഏക കാര്യം ആ വാർത്തയായിരുന്നു. അതായത് ലോകകപ്പ് നിലനിർത്താനുള്ള യോഗ്യതാ മത്സരങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ മുന്നേറുന്ന മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം. ആ വരവിനായി കാത്തിരിക്കുക എന്നതിനപ്പുറത്ത് 2024 ഇന്ത്യൻ ഫുട്ബോളിന് ഒന്നും സന്തോഷിക്കാൻ വക നൽകിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം, അതായത് 2023 ഫിഫയുടെ റാങ്കിങ്ങിൽ ആദ്യ 100-ലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇന്റർകോണ്ടിനെന്റൽ കപ്പ് അടക്കമുള്ള ചില വിജയങ്ങളാണ് അതിന് ഇന്ത്യയെ സഹായിച്ചത്. എന്നാൽ ഇക്കൊല്ലം, അതായത് 2024 14 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് ഒന്നിലും ജയിക്കാതെ ഇന്ത്യ കൂപ്പുകുത്തി. ഇതിൽ റാങ്കിങ്ങിൽ ഇപ്പോൾ 127-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. കളിച്ച 14 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒറ്റ ഒന്നിലും ടീം ഇന്ത്യക്ക് ജയിക്കാനായില്ല. ഇങ്ങനെയൊരു സമ്പൂർണ്ണ തോൽവി ഇതിനു മുമ്പുണ്ടായത് ഒരു പതിറ്റാണ്ട് മുമ്പായിരുന്നു. അന്ന് 2014 കളിച്ച 2 മത്സരവും ടീം തോറ്റു. 2023 നവംബറിലാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ തുടക്കമുണ്ടായത്. അന്ന് നമ്മൾ ആദ്യത്തെ പടി കുറച്ച് സന്തോഷത്തിലായിരുന്നു. 2 പതിറ്റാണ്ടിനിപ്പുറം വിദേശ മണ്ണിൽ ആദ്യമായൊരു ജയം കുവൈറ്റിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് നേടിയ ഇന്ത്യയല്ല പിന്നീട് കണ്ടത്. അഫ്ഗാനിസ്ഥാനോടും ഖത്തറിനോടുമൊക്കെ തോൽവി വഴങ്ങിയാണ് ടീം ഇന്ത്യ മടങ്ങിയത്. AFC ഏഷ്യ കപ്പിലും സ്ഥിതി മഹാമോശമായിരുന്നു. ഒറ്റ ഗോളും ഇന്ത്യൻ ബൂട്ടുകളിൽ നിന്ന് വീണില്ല. ടാലിയിൽ ഒറ്റ പോയിന്റും എത്തിയില്ല. ഇന്റർകോണ്ടിനെന്റൽ കപ്പിലും സ്ഥിതി അതുതന്നെ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ വന്നപ്പോൾ കോച്ച് മാറി. സ്റ്റിമാഷിന് പകരം മാർക്കസ് വന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചത് മാത്രമായിരുന്നില്ല സ്റ്റിമാഷിൻ്റെ പ്രശ്നം. നമുക്കറിയുന്നത് പോലെ, നമ്മൾ എല്ലാ മത്സരങ്ങളിലും കാണുന്ന പോലെ, കോച്ചുമാരും പരിശീലകനുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉപയോഗിച്ച് പല തവണ എതിർ കളിക്കാരുടെ കളികൾ കണ്ട് വിശകലനം ചെയ്ത് കൂട്ടിയും കിഴച്ചുമൊക്കെ തന്ത്രങ്ങൾ മെനയുമ്പോൾ നമ്മുടെ സ്റ്റിമാഷ് ചെയ്തത് ജ്യോതിഷിയെ വിളിക്കലാണ്. അതായത് ആര് ഡിഫെൻഡ് ചെയ്യണം, ആര് ഫോർവേഡ് ആവണം, എന്ത് പൊസിഷൻ ആർക്ക് കൊടുക്കണം, എങ്ങനെയായിരിക്കണം ടീമിൻ്റെ ഫോർമേഷൻ വരേണ്ടത്, ഇതെല്ലാം ജ്യോതിഷിയെ വെച്ച് നോക്കുക. സ്റ്റിമാഷിൻ്റെ പരിപാടി അതായിരുന്നു. ഫുട്ബോൾ ഫെഡറേഷൻ്റെ തന്നെ പിന്തുണ അതിനുണ്ടായിരുന്നുകൊണ്ട് സ്റ്റിമാഷിന് കുഴപ്പമൊന്നും വന്നില്ല. പക്ഷേ സംഗതി മാറി. എപ്പോൾ? ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ സംപൂജ്യരായി മടങ്ങേണ്ടി വന്നപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഗ്രാഫ് കീഴോട്ടായപ്പോൾ. സ്റ്റിമാഷ് പോയതും വെറുതെ ആയിരുന്നില്ല. 2026 വരെയാണ് കരാർ. അതിന് മുമ്പ് പോകണമെങ്കിൽ നഷ്ടപരിഹാരം വേണമെന്നായി സ്റ്റിമാഷ്. അതിൻ്റെ പുറത്ത് ഫെഡറേഷനായിട്ട് തല്ലുപിടിയും. അവസാനം 3.5 കോടിയിലധികം രൂപ കൊടുത്തിട്ടാണ് സ്റ്റിമാഷിന് വല്ല വിധേനയും ഫെഡറേഷൻ പറഞ്ഞു വിട്ടത്. താരങ്ങളുടെ സ്കൗട്ടിങ്ങിന്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നതിന്, വേണ്ടത്ര പരിശീലകൻ എത്തിക്കുന്നതിന്, യാത്ര അടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാനൊക്കെ പിശുക്ക് കാണിക്കുന്ന ഫെഡറേഷന് അവസാനം കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് സ്റ്റിമാഷിനെ പറഞ്ഞു വിടേണ്ടി വന്നത്. ഫെഡറേഷൻ്റെ തമാശകൾ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിലും വലുത് ചാടിക്കടന്നവനാണ് താനെന്ന മട്ടിലാണ് ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബെ നടക്കുന്നത്. ഫെഡറേഷൻ്റെ തന്നെ നിയമോപദേഷ്ടാവായ നീലാഞ്ജൻ ഭട്ടാചാര്യയാണ് ചൗബെക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത്. നീലാഞ്ജന് പണിപോയി എന്നല്ലാണ്ട്, കേസ് കോടതിയിലെത്തി എന്നല്ലാണ്ട് ചൗബെക്ക് ഒരു കുലുക്കവും വന്നിട്ടില്ല. നല്ല ചിരിയുമായി തുടരുന്ന ചൗബെയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായ ദീപക് ശർമ്മയ്ക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയും നാട്ടുകാർക്ക് വിഷമമുണ്ടാക്കിയെന്നല്ലാതെ അസോസിയേഷന് കുലുക്കമൊന്നും ഉണ്ടായില്ല. ഫെഡറേഷൻ ഇങ്ങനെ ഫെഡറേഷനായിട്ട് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ തലകുത്തി മറിയുന്നതുകൊണ്ടാണോ എന്നറിയില്ല. സുനിൽ ഛേത്രി വിരമിച്ചിട്ട് കുറേ കാലമായി. സുനിൽ ഛേത്രിക്ക് പകരം ആരാവണം, തന്ത്രങ്ങൾ മെനയാൻ പുതിയൊരാളെ എങ്ങനെ കണ്ടെത്തണം, ആ ഒരു വിടവ് എങ്ങനെ നികത്തും എന്നു തുടങ്ങിയ ഒരു കളി നോക്കുന്ന ഫെഡറേഷൻ കാര്യമായി ആലോചിക്കേണ്ട വിഷയങ്ങളൊന്നും ഫെഡറേഷൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ക്യാപ്റ്റൻ ഫാന്റാസ്റ്റിക്കിന് പകരം നമുക്ക് ആരാണുള്ളത്? ഇനി അങ്ങോട്ട് ഈ കാൽപന്ത് കളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാധകർ മാത്രം പോരാ, കളിക്കുന്നവരും വേണം, കളിപ്പിക്കുന്നവരും വേണം എന്നുള്ള തിരിച്ചറിവ് ഫെഡറേഷന് എപ്പോൾ വരും? നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. ഫെഡറേഷൻ ഉത്തരം എന്തായാലും കയ്യിൽ കൃത്യമായിട്ടില്ല. ആരാധകരെ ആവേശത്തിലാക്കുന്നതിനപ്പുറം കളി കാണാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള കണക്കുകൾ നോക്കുന്നതിനപ്പുറത്തും ഫുട്ബോൾ കളിക്ക് കാര്യമായ കളിക്കാരെ കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനുവേണ്ട പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങാൻ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ സ്കൗട്ടിംഗ് നടത്താൻ ISL എന്തെങ്കിലും വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ? ISL ആ തരത്തിൽ ഗുണകരമായിരുന്നോ? ഫുട്ബോൾ കളിക്ക് ഇന്നാട്ടിലുള്ള ആവേശം എന്താണെന്ന് ആരും പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ആവേശത്തിന് പന്ത് തട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇടവഴികളിലും മൈതാനങ്ങളിലും പന്ത് തട്ടി കളിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരു താരത്തെ കണ്ടുപിടിക്കാനായാൽ
അവരോട് എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനായാൽ ഇങ്ങനെ നിരാശയുടെ നെടുവീർപ്പിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിന് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായിരിക്കും പുതിയ കൊല്ലം കാത്തുവച്ചിരിക്കുന്നത്? പ്രതീക്ഷയുടെ എന്തെങ്കിലും പുതിയ കിരണങ്ങൾ ഉണ്ടാകുമോ?